ഗൂഡല്ലൂർ നെല്ലാക്കോട്ട ടൗണിൽ കാട്ടാന ഇറങ്ങി കാർ തകർത്തു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 9:30ഓടെയാണ് കാട്ടാന ഇറങ്ങിയത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വരുമുണ്ടോ? അനഘ റിജാഭരത്തിനോട് വിവരങ്ങളുമായി. അനഘ, ജനവാസ മേഖലയാണ്, ടൗൺ ആണെന്ന് തോന്നുന്നു. ഈ പ്രദേശം ഒരുപാട് പേര് നിൽക്കുന്ന ഒരു പ്രദേശമാണെന്ന് തോന്നുന്നു. വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാം, അല്ലേ? തീർച്ചയായും സേതുലക്ഷ്മി, ഗൂഡല്ലൂരിലെ നെല്ലാക്കോട്ട ടൗണിലാണ് കാട്ടാന ഇറങ്ങിയത്. ഏതായാലും ടൗണിലായിരുന്നു ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് കാട്ടാന ഇറങ്ങി ആക്രമിച്ചത്. ഏതായാലും കാറിലുള്ള യാത്രക്കാർക്ക് ഒന്നും പറ്റിയിട്ടില്ല. കാറിന് ആക്രമണത്തിൽ ചെറിയ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ആനയെ പിന്നീട് ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസ് അടക്കമുള്ളവർ സംഭവസ്ഥലത്തേക്ക് എത്തി കാട് കയറ്റിയിട്ടുണ്ട്. ഈ ആന ഏത് ആനയാണെന്ന് അറിയാൻ പറ്റുന്നുണ്ടോ അനഘ? സ്ഥിരമായി ഇറങ്ങുന്ന ആനയാണോ അതോ? ടെലിഫോൺ ലൈനിൽ അനഘ ഇല്ല. എന്താണെങ്കിലും വലിയൊരു അപകടം, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു അത്യാവശ്യം വലിയൊരു ടൗൺ ആണ്. അവിടെയാണ് ഈ കാട്ടാന ഇറങ്ങിയത്. ആർക്കും ഒന്നും പറ്റാതിരുന്നത് വലിയൊരു ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഈ പ്രദേശങ്ങളിൽ ഇതൊരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആനമതിലടക്കമുള്ള ആവശ്യങ്ങൾ നാട്ടുകാർ പല നാളുകളായി ഉന്നയിക്കുന്നുണ്ട്. എങ്കിലും ഇതിലൊന്നും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല. നിരവധി മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ തന്നെ.